ഹലോ, എന്തെല്ലാം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും പി എസ് സി വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ്. കുറച്ച് ഷോർട്ട് വീഡിയോസിലൂടെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ രൂപകൽപ്പന എങ്ങനെ, അതേപോലെ തന്നെ അതിൻ്റെ ആമുഖം, അതേപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് തുടങ്ങിയവയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പി എസ് സി വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങളാണ്. ചിത്രത്തിൽ കാണാം, ആരെയാണ് നമ്മൾ കാണുന്നത്? നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിനെയാണ് കാണുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപവത്കരണ സമിതിയുടെ അധ്യക്ഷനും കൂടിയായിരുന്നു അദ്ദേഹം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപവത്കരണ സമിതിയുടെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തെ കരട് രൂപവത്കരണ സമിതിയുടെ അധ്യക്ഷനായി നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29 ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഈ ഭാരതമാണ്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. ഓർത്തുവെക്കുക, ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് ബ്രിട്ടൻ. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം ഗ്രീസാണ്. ലോകത്തെ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം ഏതാണ് കൂട്ടുകാരെ? ഗ്രീസ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യവും ഗ്രീസാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം ഗ്രീസാണ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യം ഗ്രീസ്. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയും ലോകത്തെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയുമാണ്. ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? 1931 MN റോയ്. ആരാണ് ഈ MN റോയ്? അദ്ദേഹത്തിൻ്റെ പൂർണ്ണ മീൻസ് പൂർണ്ണ പേര്, പൂർണ്ണമായിട്ട് അറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് മാനവേന്ദ്രനാഥ് റോയ് എന്നാണ്. മാനവേന്ദ്രനാഥ് റോയ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയ തത്വചിന്തകനുമായിരുന്നു ഈ MN റോയ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നാണ്. എന്താണ്? നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നാണ് ഈ MN റോയിയുടെ യഥാർത്ഥ നാമം. മാനവേന്ദ്രനാഥ് റോയിയുടെ യഥാർത്ഥ നാമം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം എന്ത് ചെയ്തു? പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം സ്ഥാപിച്ചൊരു പ്രസ്ഥാനമുണ്ട്, അതിനെക്കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. 1946 ഡെറാഡൂണിൽ ഇന്ത്യൻ റെനൈസൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സ്ഥാപിച്ചു. അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്, റാഡിക്കൽ ഹ്യൂമനിസം എന്ന തത്വശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ MN റോയിയാണ്. റാഡിക്കൽ ഹ്യൂമനിസം അല്ലെങ്കിൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിൻ്റെ പിതാവും ആരാണ്? MN റോയാണ്. അപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? MN റോയ്. ഏത് പത്രത്തിലൂടെയാണ് അദ്ദേഹം ഈ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട് ദ ഇന്ത്യൻ പാട്രിയേറ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് MN റോയ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടത്. അത് എന്നാണ്? 1934. അദ്ദേഹം തന്നെയാണ് ജനകീയാസൂത്രണത്തിൻ്റെ പിതാവും. 1944 പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തിയും ഈ MN റോയിയാണ്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനും MN റോയിയാണ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കി, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകനും MN റോയിയാണ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവും MN റോയിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? നരേന്ദ്രനാഥ് ഭട്ടാചാര്യ. പൂർണ്ണനാമം മാനവേന്ദ്രനാഥ് റോയ്. MN റോയ്, മാനവേന്ദ്രനാഥ് റോയ്. ഓക്കെ, ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടത് MN റോയിയാണ്. 1931 ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ജനകീയാസൂത്രത്തിൻ്റെ പിതാവാണ് MN റോയ്. 1944 പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തിയും MN റോയിയാണ്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവും എല്ലാം ആരാണ്? MN റോയിയാണ്. അടുത്തതായി, ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. 1935. ആരാണ് ഈ സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്? ആരൊക്കെ ചേർന്നിട്ടാണ്? 1923 ഈ സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ പ്രസിഡന്റ് ചിത്തരഞ്ജൻ ദാസും സെക്രട്ടറി മോട്ടിലാൽ നെഹ്റു. അപ്പോൾ ചിത്തരഞ്ജൻ ദാസും മോട്ടിലാൽ നെഹ്റുവും കൂടി
സ്ഥാപിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. 1923 സ്വരാജ് പാർട്ടി രൂപീകൃതമാകുന്നത്. ഇന്ത്യക്ക് ഒരു സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്ന് 1935 ഈ സ്വരാജ് പാർട്ടി ആവശ്യപ്പെട്ടു. ഇന്ത്യക്ക് ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യോഗമാണ് എവിടെ വെച്ച് നടന്ന 1935 നടന്ന ബോംബെ സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഈ ആവശ്യം മുന്നോട്ട് വെച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഫൈസാപൂറിലെ 1937 സമ്മേളനമാണ്. അപ്പോൾ ഓർത്തിരിക്കണം, ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്നാവശ്യപ്പെട്ട പാർട്ടി സ്വരാജ് പാർട്ടി 1935 ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യോഗം ബോംബെ സമ്മേളനമാണ് 1935. സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും, അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഫൈസാപൂറിലെ 1937 സമ്മേളനമാണ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിത, എഴുതപ്പെട്ട നിയമസംഹിത ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ് ലോകത്തിൽ ആദ്യമായിട്ട് എഴുതപ്പെട്ട നിയമസംഹിത. പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ് പല്ലിന് പല്ല് കണ്ണിന് കണ്ണ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുക ലോകത്തിലെ ആദ്യത്തെ നിയമനിർമ്മാതാവ് ഹമ്മുറാബിയാണ് ലോകത്തിലെ ആദ്യത്തെ നിയമനിർമ്മാതാവ്. അദ്ദേഹത്തിൻ്റെ നിയമസംഹിതയിൽ പറഞ്ഞിരിക്കുന്നതാണ് പല്ലിന് പല്ല് കണ്ണിന് കണ്ണ്. ഇന്ത്യയിലെ ആദ്യ നിയമനിർമ്മാതാവ് ചോദിച്ചു കഴിഞ്ഞാൽ മനു ആണ്. അപ്പോൾ ലോകത്തിലെയാണ് ഹമ്മുറാബി, ഇന്ത്യയിലെ ആദ്യ നിയമനിർമ്മാതാവ് മനുവാണ്. ആധുനിക മനു, മിക്കപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ആധുനിക മനു എന്നറിയപ്പെടുന്നത് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ആണ്. ലോകത്തെ ആദ്യത്തെ ഭരണഘടന നിലവിൽ വന്ന് നമ്മൾ മനസ്സിലാക്കി ഏറ്റവും പഴയതും ഏറ്റവും ചെറിയതുമായിട്ടുള്ള എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയിലാണ് ലോകത്ത് ആദ്യ ഭരണഘടന നിലവിൽ വന്നത്. 1789 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. അമേരിക്കൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുകളുടെ എണ്ണം 7. അപ്പോൾ ഓർത്തിരിക്കണം, അമേരിക്കൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾസ് 7. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ ഭരണഘടനയിലെ ശില്പി ജെയിംസ് മാഡിസൺ. അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ, അതായത് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ബ്രിട്ടനും ഇസ്രായേലും. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാവൽക്കാരൻ നമ്മുടെ പരമോന്നതമായ നീതിന്യായ പീഠമായ സുപ്രീം കോടതിയാണ്. ഭരണഘടനയുടെ തലവൻ ആരാണ്? പ്രസിഡൻ്റാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആദർശങ്ങൾ ആമുഖത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക? അതായത് നമ്മുടെ പ്രിയാമ്പിളിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആദർശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നിലവിൽ ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊള്ളുന്നത് ഓർത്തിരിക്കണം 448 വകുപ്പ്, 12ാമത്തെ പട്ടിക, 25ാമത്തെ ഭാഗം. അപ്പോൾ നിലവിൽ ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊള്ളുന്നത് 448 വകുപ്പ്, 12ാമത്തെ പട്ടിക, 25ാം ഭാഗം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകൾ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന എന്നാണ് നമ്മൾ പഠിച്ചതാണ് 1950 ജനുവരി 26. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകൾ 395 വകുപ്പാണ്, 8 പട്ടികയും 22 ഭാഗമാണ്. 395 വകുപ്പ്, 8 പട്ടിക, 22 ഭാഗം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് നമ്മുടെ ഭരണഘടനയുടെ ആരാണ്? ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആർട്ടിക്കിൾ 32നെയാണ്. ആർട്ടിക്കിൾ 32നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതായത് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ അവകാശപത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജൂൺ 15. അപ്പോൾ ഓർത്തിരിക്കുക, ലോകത്തെ ആദ്യത്തെ അവകാശപത്രം ഏതാണ്? മാഗ്ന കാർട്ട. അത് ഒപ്പുവെച്ചത് 1215 ജൂൺ 15. മാഗ്ന കാർട്ട ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ജോൺ രണ്ടാമനാണ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ്. റണ്ണിമീഡ് മൈതാനത്ത് വെച്ചിട്ടാണ് ജോൺ രണ്ടാമൻ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം 3. മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം 3. മൊത്തത്തിൽ മൗലികാവകാശങ്ങൾ എത്രയുണ്ട്? 6. നേരത്തെ 7 അത് ഒരെണ്ണം കട്ട് ചെയ്തു, അറിയാമല്ലോ, നമുക്ക് അമെൻമെൻറ്റിലൂടെ കട്ട് ചെയ്തു. അപ്പോൾ മൗലികാവകാശങ്ങളിൽ 3
എന്ന ഭരണഘടനാ ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമത്വത്തിനുള്ള അവകാശം ഉറപ്പ് നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് 14-ാം വകുപ്പ്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം ഉറപ്പ് നൽകുന്ന ഭരണഘടനയുടെ വകുപ്പ് 14-ാം വകുപ്പ്. മതം, വംശം, ജാതി, ലിംഗഭേദം, ജന്മസ്ഥലം ഇവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം തടയുന്ന വകുപ്പ് 15-ാം വകുപ്പ്. അവസര സമത്വം ഉറപ്പ് നൽകുന്ന ഭരണഘടനയുടെ വകുപ്പാണ് ഇക്വാലിറ്റി, അല്ലേ, 16-ാം വകുപ്പ്. തീണ്ടൽ, തൊട്ടുകൂടായ്മ എന്നിവ നിരോധിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് 17-ാം വകുപ്പ്. ബഹുമതികൾ നിർത്തലാക്കുന്ന വകുപ്പ് 18-ാം വകുപ്പ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന വകുപ്പാണ് 19-ാം വകുപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന വകുപ്പ് 19-ാം വകുപ്പ്. ജീവിക്കാനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് 21-ാം വകുപ്പാണ്. വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന, അല്ലേ, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അറിയാമല്ലോ, വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന വകുപ്പാണ് 21A. ചൂഷണത്തിനെതിരെയുള്ള വകുപ്പ് 23, 24 ചൂഷണത്തിനെതിരെയുള്ള വകുപ്പ്, അല്ലെ, ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. ബാലവേല നിരോധിക്കുന്ന വകുപ്പ്, അത് ഓർത്തിരിക്കണം, വകുപ്പ് 24 മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് വകുപ്പ് 25 മുതൽ 28 വരെയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള വകുപ്പാണ് 29, 30. അതിനകത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട്, അല്ലേ. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള, അതാണ് ഓർത്തിരിക്കേണ്ടത്, അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഏറ്റവും മൗലികമായിട്ടുള്ള വകുപ്പ്, അല്ലെ, ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 32, അല്ലേ. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം നൽകുന്ന വകുപ്പാണ് 32-ാം വകുപ്പ്. ഭരണഘടനയുടെ 4-ാം ഭാഗം, അതായത് 36 മുതൽ 51 വരെയുള്ള വകുപ്പ് ഉൾക്കൊള്ളുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. ഭരണഘടനയുടെ 4-ാം ഭാഗം, അതായത് 36 മുതൽ 51 വരെയുള്ള വകുപ്പ് ഉൾക്കൊള്ളുന്നത് നിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗമാണ് ഈ 36 മുതൽ 51 വരെയുള്ള വകുപ്പിലെ നിർദ്ദേശക തത്വങ്ങൾ. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം 4A ആണ്. നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 8 ആണ്. ഭരണഘടന അംഗീകരിക്കുന്ന ഭാഷകളുടെ എണ്ണം ഓർത്തിരിക്കുക 22 ആണ്. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2 ആണ്. വകുപ്പുകൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏക പൗരത്വമാണ്. ഏക പൗരത്വം എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. പാർലമെൻറ്റ് പൗരത്വ നിയമം പാസ്സാക്കിയത് 1955-ലാണ്. ഒരാൾക്ക് എത്ര രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം ആർജിക്കാം? 5 രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം ഒരാൾക്ക് ആർജിക്കാൻ കഴിയുന്നത്. എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം? 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. പൗരത്വ ഭേദഗതി ബിൽ ഈ അടുത്ത് നമുക്കറിയാം ലോക്സഭ പാസ്സാക്കി. 2019 ഡിസംബർ 10-നാണ് ലോക്സഭ പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കിയത്. പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 11-ന്. പൗരത്വ ഭേദഗതി ബിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12-നാണ്. രാംനാഥ് കോവിന്ദാണ് പൗരത്വ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ചത്. ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ്, അതായത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ. ആദ്യമായി പൗരത്വ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2019 ജൂലൈ 19-നാണ്. ഈ പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കിയത് 2020 ഓർത്തിരിക്കണം ജനുവരി 10-നാണ് നടപ്പിലാക്കിയത്. പൗരത്വ ഭേദഗതി ബില്ല് 2019 ബന്ധപ്പെട്ട് ബില്ലിൻ്റെ നമ്പറാണ് 370/2019, 370/2019. ഇത് പ്രകാരം 2014 ഡിസംബർ 31-ന് മുമ്പ് കുടിയേറി പാർത്ത മുസ്ലിം ഇതര അഭയാർത്ഥികൾക്കാണ് പൗരത്വം നൽകുന്നത്. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് പൗരത്വം നേടുന്നതിനുള്ള മാർഗമാണ് രജിസ്ട്രേഷൻ. ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിലെ പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ പ്രഥമ പൗരയായ ആദ്യ വനിതയാണ് പ്രതിഭ പാട്ടീൽ. അറിഞ്ഞിരിക്കേണ്ടുന്ന ആർട്ടിക്കിളാണ് ഇതുമായിട്ട് ബന്ധം. ആർട്ടിക്കിൾ 1 സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് എന്ന് ഇന്ത്യയെ പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ 1 ആണ്. ആർട്ടിക്കിൾ 3 പുതിയ സംസ്ഥാനങ്ങളെ സൃഷ്ടിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. ആർട്ടിക്കിൾ 14 സമത്വത്തിനുള്ള അവകാശം, നമ്മൾ പറഞ്ഞതാണിതെല്ലാം. ആർട്ടിക്കിൾ 15 മതം, ഗോത്രം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ പേരിലുള്ള വിവേചനം തടയൽ. ആർട്ടിക്കിൾ 16 അവസര സമത്വം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 21 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് 21A ആണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 22 അറസ്റ്റിലും തടങ്കൽ വയ്ക്കുന്നതിനുമെതിരായ അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 24
വേല നിരോധനത്തിനെ പറ്റിയും ആർട്ടിക്കിൾ 25, 28 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 29, 30 ന്യൂനപക്ഷാവകാശം, ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങളാണ് പഠിച്ചത്. അടുത്ത ഷോർട്ട് വീഡിയോയിലൂടെ ബാക്കി കാര്യങ്ങൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. എല്ലാവർക്കും വളരെ